ഹലോ ഗൈസ്. ഇന്നത്തേത് വീണ്ടും ഒരു കല്യാണ വ്ലോഗാണ്. ഇതിനും മാത്രം എവിടുന്നാ നിനക്ക് ഇത്രയും കല്യാണം എന്നായിരിക്കും. സ്നേഹത്തോടെ വന്ന് വിളിക്കുമ്പോ പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റുമോ? ഔട്ട്ഫിറ്റ് ചെക്കും കഴിഞ്ഞ് ദേ ഞങ്ങൾ ഇറങ്ങി. ബസ്സും കയറി ഓട്ടോയും കയറിയാണ് ഞങ്ങൾ ലൊക്കേഷനിൽ എത്തുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും സാരി കൊണ്ടുവരുന്ന ചടങ്ങായിരുന്നു. ആ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് വിട്ടത്. നല്ല വിശപ്പായിരുന്നേ. നല്ല ഫുഡായിരുന്നു. ഓരോ കല്യാണത്തിന് പോകുമ്പോഴത്തേക്കും ഓരോ വെറൈറ്റീസ് ഓഫ് ഡിഷസ് നമുക്ക് കിട്ടുന്നത്. ഒന്നും പാഴാക്കാതെ എല്ലാം ടേസ്റ്റ് ചെയ്യണം. ഈ കുഞ്ഞൻ ജിലേബി നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ ആ കേക്ക് അത് അത്ര പോരാ. ഫുഡ് കഴിച്ച് എല്ലാരും മീറ്റ് ചെയ്യുന്ന പരിപാടിയായി. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലൊന്നും ലൈറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. പനിയായിട്ട് തണുത്ത ഒന്നും കഴിക്കാൻ പാടില്ലാതിരുന്നിട്ടും ഞാൻ ഐസ്ക്രീം കുടിച്ചു. അതിന്റെ തൊണ്ടവേദന മാറ്റാനായിട്ട് ഒരു ചായ കുടിച്ചു. ചൂട് ചായ കുടിച്ചപ്പം അതങ്ങ് ടാലിയായി. ആ തൊണ്ടവേദന അങ്ങ് മാറി. ഫുഡ് കഴിച്ച് ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് സൊറവാറ്. ഇത്രയും നേരം നമ്മൾ വെറുതെ ഇരുന്നെങ്കിൽ ഇനി വെറുതെ ഇരിക്കാനുള്ള സമയമേ കിട്ടിയിട്ടില്ല. കാരണം എന്തേ താരം എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാവ അപ്പുക്കുട്ടി. ഇപ്പൊ ഇരിക്കുന്ന ഇവരെ നോക്കി വെച്ചോ, കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല ഇവന്റെ കോലം. ചേട്ടന്റെ കണ്ണ് ബ്രൗൺ ആണെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. എല്ലാരും ഒത്തു വരുമ്പോ ഒരു ഫാമിലി വീഡിയോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു വെക്കൂ. അത് പിന്നത്തേക്ക് നല്ല ഉപകാരം. ഞാൻ പറഞ്ഞില്ലേ, അവന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇരിക്കും, പിന്നെ കിടക്കും, പിന്നെ അവൻ ഉരുളും. പുതിയ ഉടുപ്പിട്ടുകൊണ്ടാണ് ഈ കിടന്ന് ഉരുളുന്നത്. ഇതിന് കുറച്ച് കഴിയുമ്പോ അവന് കിട്ടുന്നുണ്ട്. അത് വഴിയേ കാണാം. അങ്ങനെ അടിയും ബഹളവും വഴക്കും ചിരിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി ആയതുകൊണ്ട് തന്നെ ചേട്ടൻ ഞങ്ങളെ വീട്ടിലോട്ട് ആക്കി തന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.